സോ ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡയാലിസിസിനെ കുറിച്ചാണ്. എന്താണ് ഈ ഡയാലിസിസ്? നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ബോഡിയിൽ ഈ ബ്ലഡിനകത്ത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വന്ന് അടിഞ്ഞു കൂടുന്നുണ്ട്. ഈ അടിഞ്ഞു കൂടുന്നതിന് എന്താണ് പ്രോപ്പറായിട്ടുള്ള എക്സ്ക്രീഷനൊക്കെ നടത്താൻ സഹായിക്കുന്നത് കിഡ്നിയാണ് അല്ലേ. പക്ഷേ ചില സമയത്ത് ഈ കിഡ്നി വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ബ്ലഡിനകത്ത് ആരാണ് ഈ ശുദ്ധീകരിക്കുന്നത്, ഫിൽട്ടർ ചെയ്ത് സബ്സ്റ്റൻസിനെയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? ഈ ഇമ്പ്യൂറായിട്ട് സബ്സ്റ്റൻസിനെ എക്സ്ക്രീറ്റ് ചെയ്യില്ലെങ്കിൽ എന്ത് വെച്ചു ഈ ബോഡിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് അക്യുമുലേറ്റ് ചെയ്യും. അപ്പം ഈ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഡയാലിസിസ്. ഈ ഡയാലിസിസിന് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസ് എന്നും രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നുമാണ്. അപ്പം ഹീമോ ഡയാലിസിസ് ആണ് നമ്മൾ കൂടുതലും ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയർ. പെരിറ്റോണിയലിൻ്റെയും ഹീമോ ഡയാലിസിസിൻ്റെയും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു തരാം. ഇനി അതായത് ഇപ്പം രണ്ടും ഡയാലിസിസ് എന്ന് പറയുന്നത് ഇമ്പ്യൂർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യുന്ന എക്സ്ക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടിനും 2 വ്യത്യാസമാണുള്ളത്. ഹീമോ ഡയാലിസിസിനകത്ത് നമ്മളൊരു പുറത്തൊരു മെഷീൻ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ബ്ലഡ് മെഷീനകത്ത് കൊടുത്ത് അതിൽ നിന്നും തിരിച്ച് നല്ല ബ്ലഡ് നമ്മുടെ ബോഡിക്ക് അതോടെ എടുക്കുകയും ചെയ്യുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് നമ്മൾ ബ്ലഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരുന്ന് വെയിനിലൂടെ മരുന്ന് നമ്മൾ അകത്തോട്ട് ഇൻജെക്റ്റ് ചെയ്യില്ല. അതാണ് ഇൻട്രാവീനസ്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ പെരിറ്റോണിയൽ ക്യാവിറ്റി ഉണ്ട്. ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് അകത്തോട്ട് ട്യൂബ് ഇട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, ഇനി ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷന്. ആദ്യം നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് പഠിക്കാം. പെരിറ്റോണിയൽ ഡയാലിസിസ് ഈ പറയുന്ന ഫ്ലൂയിഡിനെ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇൻസിഡൻസ് ഇപ്പോൾ ഏകദേശം കൂടിയിട്ടുണ്ട്, ഒരു 5 മുതൽ 6% കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് പോകുക. ഇനി സോൾവെൻറ്റോ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലോട്ട് പോകും. അപ്പോൾ മൂന്നാമത് പറഞ്ഞ അൾട്രാ ഫിൽട്രേഷൻ എന്താണ്? ഇത് പ്രഷറിൻ്റെ ബേസിസിലാണ്. ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലോട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് ആയിട്ട് പറയുന്നത് CKD ഉള്ള പേഷ്യൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസ്. പിന്നെ നമ്മൾ ഈ ഹീമോ ഡയാലിസിസ് ഒന്നും ഭയങ്കര ഓൾഡറായിട്ടുള്ള ആളുകൾക്കൊന്നും ചെയ്യില്ല. അപ്പം അതിന് നമ്മൾ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റി കൊയാഗുലൻ്റ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക്, ഒരുപാട് നാൾ ഇൻഫെക്ഷൻ നിൽക്കുന്നവർക്ക്, പിന്നെ വാസ്കുലർ അസസിന് പ്രോബ്ലം നമ്മൾ ഹീമോ ഡയാലിസിസിനകത്ത് പഠിക്കും കേട്ടോ, എന്തൊക്കെയാണ് ഏതൊക്കെ സൈറ്റിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഈ പ്രോപ്പറായിട്ട് അസസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെരിറ്റോണിയത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, ക്രോണിക് കിഡ്നി ഡിസീസിന്, പിന്നെ അസസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തവർ, നല്ല പ്രായമായിട്ടുള്ളവർക്ക്, ആൻറ്റി കൊയാഗുലൻസ് വർക്ക് ചെയ്യാത്തവർക്ക് ഒക്കെയാണ്. മെയിൻലി ഒരാളെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയണം ആൻറ്റി കൊയാഗുലൻസിന് അത്ര അവർക്ക് പറ്റുന്നില്ല. പിന്നെ ഇതിന് പുറമെ പ്രായമാണ്, അതൊക്കെ ഒരു കാരണമാണ്. ഇനി കോൺട്രാ ഇൻഡിക്കേഷൻ, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ആർക്കൊക്കെ ചെയ്തുകൂടാ എന്നാണ്. ഒന്ന്, എന്തെങ്കിലും ഇൻട്രാ അബ്ഡോമിനൽ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റാണ്, നല്ല വണ്ണമുള്ള ആളുകൾക്കാണ്, പിന്നെ എപ്പോഴും ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും, മെയിൻലി വയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർജറി കഴിഞ്ഞാലോ, പിന്നെ ഇൻഫെക്ഷൻ വന്നാലോ, റെക്കറൻ്റ് ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ വന്നാലോ ഒക്കെ നമ്മൾ ചെയ്യില്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും ചെയ്യാനുമായിട്ട് സാധിക്കും. ഇപ്പോൾ ഹീമോ ഡയാലിസിസ് ആണെങ്കിൽ ഡയാലിസിസിൻ്റെ ഒരു ടെക്നീഷ്യൻ ഉണ്ട്, അപ്പോൾ അവർക്കാണ് കുറച്ചും കൂടി കൂടുതൽ അറിയാവുന്നത്. നമ്മളെ നഴ്സിംഗ് വിദ്യാർത്ഥികളും ഓക്കെ നമ്മുടെ കൂടുതലായിട്ടുള്ള അവിടുത്തെ റോൾ എന്താണെന്നറിയാമോ? അതായത് ഈ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻറ്റിന് മേ ബി പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റിലോട്ട് പോവാം. അപ്പം പേഷ്യൻറ്റിന് എന്തൊക്കെ കോംപ്ലിക്കേഷനാണ് വരുന്നത്? ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയയിലോട്ട്, ഹൈപ്പർ ടെൻഷനിലോട്ട് ആ കണ്ടീഷനിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം.
ഇപ്പം ഞാൻ നിന്ന ഡയാലിസിസ് യൂണിറ്റിലാണെങ്കിലും ആകെ ഡോക്ടർ അല്ലെങ്കിൽ ഫിസീഷ്യൻ വന്നത് ജസ്റ്റ് ഒരു 2 minutes എന്തോ ആണ്. അപ്പം ഡോക്ടർ വന്നു, മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിപ്പോയി. എ നേഴ്സ് ഷുഡ് ബി കേപ്പബിൾ ടു ഹാൻഡിൽ ദാറ്റ്. അവർക്ക് നല്ലൊരു ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവണം. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിങ് ആണ്, കുറേ സമയം എടുക്കും. അപ്പം ഞാൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും, വീട്ടിൽ തന്നെ ചെയ്യാം. ഇപ്പം ആംബുലേറ്ററി മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ മെഷീൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. മെഷീൻ ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞു മെഷീൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നമുക്ക് അതിനകത്ത് BP കൺട്രോൾ ചെയ്യാനായിട്ട്, കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനും ട്രാവൽ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. മറ്റേത് ഹീമോഡയാലിസിസ് ആണെങ്കിൽ നമ്മൾ അവർ തരുന്ന സമയം അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറേ സമയം എടുക്കും, പെരിറ്റോണൈറ്റിസ് ഉണ്ടാവും, അതായത് പെരിറ്റോണിയൽ കാവിറ്റിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ്. ഇനി പ്രൊസീജിയർ അല്ലെങ്കിൽ ഫേസസ് ആയിട്ട് വരുന്നത്, ആദ്യം നമ്മൾ ഡ്രെയിൻ ചെയ്യും, ഫില്ല് ചെയ്യും, ഡ്വെല്ല്. അതായത് ഒരു സിലിക്കണൈസ്ഡ് ആയിട്ടുള്ള റബ്ബർ ഇംപ്ലാന്റ് ആണ് അബ്ഡോമിനൽ കാവിറ്റിയിൽ, മീൻസ് ഒരു സിലിക്കണൈസ്ഡ് റബ്ബറാണ് അബ്ഡോമിനൽ കാവിറ്റിയിൽ ഇംപ്ലാന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി പെരിറ്റോണിയൽ മെമ്പറൈൻ ആണ് അവിടുത്തെ ഒരു ഡയാലിസീറ്റ്. ആ ഒരു പെരിറ്റോണിയൽ മെമ്പറൈനിലുള്ള പോറസ് ആയിട്ടുള്ള ഇതൊക്കെയുണ്ട്, ലാർജാണ്, പോറസ് ആണ്. പിന്നെ സൊല്യൂട്ടിനെയും വാട്ടറിനെയും നല്ല ഹൈ ആയിട്ടുള്ള കോൺസെൻട്രേഷനിൽ നിന്ന് ലോ ആയിട്ടുള്ള കോൺസെൻട്രേഷനിലോട്ട് കൊണ്ടുവരുന്നുണ്ട് ഡയാലിസിസ്. ഇനി നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പെരിറ്റോണിയൽ മെമ്പറിൻ്റെ പെർമിയബിലിറ്റിയാണ്, പിന്നെ കാപ്പിലറി ബ്ലഡ് ഫ്ലോ കുറയുന്നത്, പിന്നെ വാസ്കുലർ ഡിസീസ് ആൻഡ് പെർഫ്യൂഷൻ കുറയുന്നതൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഡയാലിസീറ്റ് അഡിറ്റീവ്സ് ആണ്. അപ്പം ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതർ ഏജൻറ്റ്സ് ഇൻക്ലൂഡ് പൊട്ടാസ്യം ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് ഇസ് ഗിവൻ ഇൻട്രാപെരിറ്റോണിയൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. വെൻ പെരിറ്റോണൈറ്റിസ്. ഇനി ടൈപ്സ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, ഓട്ടോമേറ്റഡ് ഉണ്ട്, ഇൻ്റർമിറ്റൻ്റ് ഉണ്ട്, പിന്നെ കണ്ടിന്യൂസ് സൈക്ലിക് ഒക്കെ ഉണ്ട്. അതായത് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി ഡയാലിസിസ്. ഇത് ഏകദേശം 4 മണിക്കൂർ ടു 8 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഫേസ് എന്ന് പറയുന്നത്. ഒരാഴ്ചയിൽ 7 ദിവസം നമ്മൾ എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. പിന്നെ പ്രീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റൂല, ടൈം നമുക്ക് പ്രീസെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്ന മണിക്കൂർ മുതൽ ഇന്ന മണിക്കൂർ വരെ എപ്പോഴാണോ ചെയ്ത് തീരുന്നത് അപ്പോഴായിരിക്കും, എപ്പോഴാണോ ചെയ്ത് തീരുന്നത് അപ്പം തീരും. അതായത് ചിലപ്പോൾ നമുക്ക് ഉറക്കം ബുദ്ധിമുട്ടായിട്ട് വരാം. ഇതിൻ്റെ കുറച്ച് ടൈമുണ്ട്, മീൻസ് മേ ബി കുറേ കൂടി ടൈം എടുക്കാം, ഇതൊക്കെ വരുന്നുണ്ട്. ഇനി പേഷ്യൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യാം. ഓക്കെ, അടുത്തയാണ് ഓട്ടോമേറ്റഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിനകത്ത് മെഷീനകത്ത് ഒരു പ്രീ സെറ്റ് ടൈമുണ്ട്. ആ ഒരു നേരത്തെ പറയുന്നുണ്ട് ഇത്ര ടൈം വരെയെന്ന്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ ഒരു വാർണിംഗ് ചേംബർ ഉണ്ട് അലാം തരാൻ വേണ്ടി. പിന്നെ BP കൺട്രോളിൻ്റെ അലാറം ഉണ്ട്. പെരിറ്റോണൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. അടുത്തയാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതൊരു ഫോം ഓഫ് ഓട്ടോമേറ്റഡ് ഡയാലിസിസ് ആണ്. പക്ഷെ നമ്മൾ മെഷീനൊന്നും ഉപയോഗിക്കുന്നില്ല, ടൈം നമുക്ക് പ്രീസെറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അടുത്തത് ഇൻ്റർമിറ്റൻ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കൊരു ടൈം പറയും. അലോവിങ്ങിന് വേണ്ടി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ, ഡയാലിസിസിന് ഒരു 30 മുതൽ 60 മിനിറ്റ് വരെ, വീണ്ടും അലോവിങ്ങിന് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ. അപ്പം ഇതൊരു ഡ്രെയിൻ ടൈമാണ്. ഓട്ടോമേറ്റഡ് ആയിട്ട് മാനുവലായിട്ട് നമ്മൾ ചെയ്യാം. കോംപ്ലിക്കേഷനായിട്ട് എന്ത് വരുന്നുണ്ട്? ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പെരിറ്റോണൈറ്റിസ് വരാം, ഇൻഫെക്ഷൻ വരാം, ബ്ലാഡർ പെർഫറേഷൻ വരാം, പെയിൻ വരാം, ബവൽ പെർഫറേഷൻ വരാം, പെരിറ്റോണൈറ്റിസ് ഉണ്ടാവാം, ബ്ലീഡിങ് വരാം, ഇൻഫെക്ഷൻ വരാം. പെരിറ്റോണൈറ്റിസ് ആൻഡ് ഇൻഫെക്ഷൻ ആണ്. പിന്നെ അവിടുത്തെ ബവൽ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വരാം. ഒരു നേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ വൈറ്റൽസ് ഇടയ്ക്കിടയ്ക്ക് വൈറ്റൽസ് നോക്കുക. പിന്നെ വെയിറ്റ്, ഡയാലിസിസിന് മുമ്പുള്ള വെയിറ്റും ശേഷമുള്ള വെയിറ്റ് നോക്കുക. ഡയറ്ററി റെസ്ട്രിക്ഷൻസ് കൊടുക്കുക.
അസോട്ടീമിയ, പിന്നെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡയാലിസേറ്റ് സൊല്യൂഷൻ വോം ചെയ്യണം. അടുത്തയാണ് ഇൻട്രാ ഡയാലിറ്റിക് കെയർ. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അസെറ്റിക് ടെക്നിക്സ് വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡയാലിസേറ്റ് സൊല്യൂഷൻ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻ ഉപയോഗിക്കണം. ദെൻ പ്രോപ്പറായിട്ട് കണക്ഷൻസ് ഒക്കെ സെക്യൂർ ആയിട്ട് വെക്കുകയും കിങ്കിങ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പേഷ്യൻ്റെ ഫൗളേഴ്സ് അല്ലെങ്കിൽ സെമി ഫൗളേഴ്സ് പൊസിഷനിൽ കീപ്പ് ചെയ്യാം. പിന്നെ പേഷ്യൻ്റെ ക്ലാരിറ്റി, കളർ, സ്മെല്ല്, ഡയാലിസേറ്റിനകത്തുള്ള ബ്ലഡിൻ്റെയും ഫീസസിൻ്റെയൊക്കെ അതൊക്കെ ചെക്ക് ചെയ്യാം. ബണ്ണ്, ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലെവല്, ക്രിയാറ്റിനിൻ്റെ ലെവല് നോക്കാം. പിന്നെ ഡയാലിസിസിന് ശേഷം ടൈം മീൽ ടു കറസ്പോണ്ട് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇത് ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ ഏകദേശം നമുക്ക് പെരിറ്റോണൽ ഡയാലിസിസ് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് ഹീമോ ഡയാലിസിസ്. ഓക്കെ, സോ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ പുറത്തായിട്ട് ഒരു മെഷീൻ വെക്കുകയും ബോഡിയുടെ അകത്ത് നിന്ന്, അതായത് നമുക്ക് മെയിൻലി അസസ് ആയിട്ട് പറയുന്നത് ഇവിടെ വയ്ക്കും. നമ്മളാണെങ്കിൽ ഇപ്പം ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻറ്റിന് ഫിസ്റ്റുല കാരണം അവിടെ ബൾജ് ചെയ്ത് വരുന്ന നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവാം. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തൊട്ട് നോക്കണം. ഒരു വൈബ്രേഷൻ പോലെ. ഈവൻ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ എടാ അതാണ് ത്രില്ല്. അതായത് നമ്മുടെ ഫിസ്റ്റുല എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ആർട്ടറിയും വെയിനും കൂടി ഒരു 2 മില്ലിമീറ്റർ ആർട്ടറി, 2 മില്ലിമീറ്റർ ആർട്ടറി, 2 മില്ലിമീറ്റർ വെയിനും കൂടി എടുത്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ ആക്കുന്നൊരു പ്രോസസ്സാണ് ഈ പറയുന്നത് ഫിസ്റ്റുലയ്ക്കകത്തുള്ളത്. ഞാൻ പറഞ്ഞ പോയ തൊട്ടുമൊക്കെ അവളിങ്ങനെ ജസ്റ്റ് തൊട്ട് വൈബ്രേഷൻ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചേ. അപ്പോൾ പേഷ്യൻ്റ് അവരുടെ കുഴപ്പമൊന്നുമില്ല, വന്ന് തൊട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും തൊട്ട് നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അവിടെ ഫിസ്റ്റുല ചെയ്യാം. പിന്നെ ബ്രക്കിയൽ ഇവിടെ ചെയ്യാം. പിന്നെ ചില പേഷ്യൻസിന് പ്രായമാകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വെയിൻസിനൊക്കെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ വെയിൻ ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ റബ്ബർ സാധനം വെച്ചിട്ട്, ഇപ്പം എന്താ പറയേണ്ടത്, ഇതാണ് എൻ്റെ ആർട്ടറി, ഇവിടെ എൻ്റെ വെയിൻ ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു റബ്ബറായിട്ടുള്ള സാധനം വെച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ റബ്ബർ സാധനം വെച്ചിട്ട് രണ്ടെണ്ണത്തിനെ കണക്ട് ചെയ്യും. അതാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലി റബ്ബർ സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പേഷ്യൻ്റെ വെയിനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കത്തീട്രൈസ്ഡ് ചെയ്യും. പക്ഷെ അതൊരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള വേ അല്ല. നമ്മൾ ഉടനെ തന്നെ ഇത് കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ പേഷ്യൻറ്റിന് പ്രൊസീജിയറിന് തൊട്ട് മുമ്പല്ല ഈ AV ഫിസ്റ്റുല എടുക്കുന്നത്. അത് ഈ ആഴ്ചകളോളം മുമ്പ് ഇപ്പം ഡയാലിസിസ് തുടങ്ങാൻ പോകുന്നു എന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി AV ഫിസ്റ്റുല ഇട്ട് അതൊന്ന് മെച്യൂർ ആകുമ്പോഴത്തേക്കും, മെച്യൂർ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തുള്ള വെയിൻസ് എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, പ്രൊഡോമിനൻ്റ് ആയിട്ട് പൊങ്ങി വരും. ആ വെയിലിനകത്തോട്ടാണ് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അത് ഡയാലിസിസ് ടെക്നീഷ്യൻ അവരൊക്കെ ചെയ്തോളും. ഓക്കെ, എത്രയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ചെയ്യാം. പിന്നെ അക്യൂട്ടായിട്ടുള്ള പോയിസണിങ് ബുദ്ധിമുട്ടുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കും കിഡ്നിക്ക് പ്രശ്നമുണ്ടെങ്കിൽ മാത്രം, കിഡ്നിക്ക് കുറേ നാൾ തകരാറുണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യണമെന്ന്. ശരി, കുറേ നാളൊന്നും അല്ല. മേ ബി പെട്ടെന്ന് കിഡ്നിക്ക് എന്തെങ്കിലും നമ്മൾ കാരണം ഒരുപാട് മരുന്ന് ആവശ്യമില്ല, സൂയിസൈഡൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന പേഷ്യൻസ് ഒരുപാട് മരുന്ന് ഇങ്ങനെ എടുത്ത് തിന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? കിഡ്നിക്ക് അത് പ്രശ്നമല്ലേ. നമ്മളുടെ പിന്നെ ഒരുപാട് എക്സ്റ്റെൻറ്റിൽ പോയിസണൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഗ്രീഷ്മയുടെ എന്നാളത്തെ ഒരു കേസില്ലേ, ആ ചേട്ടൻ എന്ത് പറ്റി? ചേട്ടൻ മദ്യപിക്കുന്നുണ്ടോ? കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായതാണോ? അല്ല,
ആ പറയുന്ന പോയിസണ് ചേട്ടൻ്റെ കിഡ്നി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അക്യൂട്ടായിട്ടുള്ള പോയിസണിങ്, സിവിയർ ആയിട്ടുള്ള എഡിമ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചില പേഷ്യൻസിന് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് തന്നെ എൻ്റെ കാലിൽ നല്ല നീര് പോലെ തോന്നി മക്കളെ, അതുകൊണ്ട് കൊണ്ട് കാണിച്ചതാണ്. അപ്പം അതൊക്കെ നമ്മൾ CKD ഒരു സൈനാണ് ഈ പറയുന്ന പീഡൽ എഡിമയൊക്കെ, കാലിലുണ്ടാകുന്ന എഡിമ. പിന്നെ അപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്, അക്യൂട്ടായിട്ടുള്ള പോയിസണിങ്, സിവിയർ എഡിമ ഉള്ളപ്പം ഹെപ്പാറ്റിക് കോമ, പോസ്റ്റ്പാർട്ടൽ റീനൽ ഇൻസഫിഷ്യൻസി, മെറ്റബോളിക് അസിഡോസിസ്, ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻ. അപ്പോൾ എന്തൊക്കെയാണ്, അക്യൂട്ടായിട്ടുള്ള പോയിസണിങ് ഉള്ളവർക്ക് സിവിയർ ആയിട്ടുള്ള എഡിമ, ഹെപ്പാറ്റിക് കോമ ആൻഡ് പോസ്റ്റ്പാർട്ടൽ റീനൽ ഇൻസഫിഷ്യൻസി, മെറ്റബോളിക് അസിഡോസിസുമാണ് വരുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻ ആർക്ക് ചെയ്തുകൂടാ, ഇപ്പം ഹെമറേജ് ഉള്ളവർക്ക്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക്, നല്ല പ്രായമായിട്ടുള്ളവർക്ക്, റെക്കറൻ്റായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളവർക്ക്, പിന്നെ ഈ ആൻറ്റി കൊയാഗുലൻസ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ ചെയ്യുന്നില്ല. അസസ്സായിട്ട് പറഞ്ഞത് AV ഫിസ്റ്റിൽ AV ഗ്രാഫ്റ്റും ഫിസ്റ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ അസസ്സിന് ഏകദേശം ഒരു 300 മുതൽ 500 ml പെർ മിനിറ്റ് ബ്ലഡ് ഡെലിവർ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യമൊക്കെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം, അതായത് വെയിനൊക്കെ നമ്മൾ വെയിൻ്റെ സാധനമൊക്കെ വെച്ച് ഇൻസ്പെക്ട് ചെയ്തിട്ടൊക്കെയാണ് വെയിൻ എവിടെ നിന്നൊക്കെ നോക്കും. പിന്നെ ഇവിടെ കൈയിൻ്റെ അപ്പർ പാർട്ടിലും ലോവർ പാർട്ടിലും ഒക്കെയാണ് വെക്കുന്നത്. പിന്നെ വീനോഗ്രാഫി ഉണ്ട്, ഡ്രോപ്ലർ ഫ്ലോ സ്റ്റഡീസ്. AV ഫിസ്റ്റുല മെച്യൂർ ആവാൻ വേണ്ടി ഏകദേശം 4 മാസമാണ് എടുക്കുന്നത്. പിന്നെ പ്രീ ഓപ്പറേറ്റീവ് കെയർ ഓഫ് AV ഫിസ്റ്റുല, നമ്മൾ പ്രൊസീജിയർ മൊത്തത്തിൽ പേഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. പേഷ്യനെ നന്നായി, പിന്നെ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറയും വെള്ളവും എല്ലാം ഏകദേശം ഒരു 3-4 ഗ്ലാസ് കുടിക്കാനേ പാടുള്ളൂ എന്ന്. കാരണം അവർക്ക് ഈ പീഡൽ എഡിമയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ CKD പഠിക്കുന്ന സമയത്ത് നമ്മൾ അതും കൂടി പഠിക്കും കേട്ടോ. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആണെങ്കിൽ ലിംബൊക്കെ നന്നായിട്ട്, കാലും കൈയൊക്കെ നല്ല വാം ആയിട്ട് വെക്കണം. സിസ്റ്റോളിക് BP 100 mmHg-നെക്കാട്ടും കൂടുതലായിരിക്കണം. നമ്മൾ അന്ന് ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ അന്ന് BP-യുടെ ഗുളിക കഴിക്കണ്ട എന്ന് പറയണം അവരോട്. ഓൾറെഡി ആൻറ്റി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് BP കുറയ്ക്കാനാണ്. നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് BP കുറയും. പിന്നെ ടൈറ്റ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറയണം. പിന്നെ ഈ ഫിസ്റ്റിൽ ഇട്ടതിന് ശേഷം ഒരു 4 മാസം എടുക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹാൻഡ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ശരിയാക്കി എടുക്കണം. ലോങ് ടൈം കെയർ എന്ന് വെച്ചാൽ അസസ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കണം. കെയർഫുൾ നോട്ട് ടു ബമ്പ്, ജ്വല്ലറീസ് ഒന്നും ഇടാതെ ഇരിക്കുക. പിന്നെ ഇതിനടിയിൽ തല വെച്ച് ഇങ്ങനെ കിടക്കരുത്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ത്രോംബോസിസ് ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ കാരണം, അന്യൂറിസം ഉണ്ടാവാം, അതായത് ആ ഒരു ഏരിയ റപ്ചറായിട്ട് വീണ്ടും ഏരിയ റപ്ചർ ആവാം, അന്യൂറിസം. പിന്നെ സ്റ്റീൽ സിൻഡ്രം, അതും ബ്ലഡ് ഫ്ലോ ഒക്കെ കുറയുന്നത് കൊണ്ടുണ്ടാവുന്നതാണ്. ഏട്രിയോ, പിന്നെ ഗ്രാഫ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് സിന്തറ്റിക് മെറ്റീരിയൽ വെക്കുന്നുണ്ട്. ഇത് ഒരു 2 മുതൽ 6 ആഴ്ച എടുക്കും. മറ്റേത് ഏകദേശം 4 മാസം എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 6 ആഴ്ച കൊണ്ട് ശരിയാകും. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന് നല്ല സർഫസ് ഏരിയ ആണുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കാനുലേറ്റ് ചെയ്യാനും പറ്റും, സർജറി പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ ഗ്രാഫ്റ്റ് പറ്റി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനം ബോഡിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം റിജക്റ്റ് ഗ്രാഫ്റ്റ് മെറ്റീരിയൽ ആൻഡ് ദർ ഇസ് നോ ഡെവലപ്മെൻറ്റ് ഓഫ് കൊളാട്രൽ സർക്കുലേഷൻ. ഇനി ടെമ്പററി ആയിട്ടുള്ള വസ്കുലർ അസസിൻ്റെ ഒരു ഇൻഡിക്കേഷന് അക്യൂട്ടായിട്ടുള്ള ഡയാലിസിസിനെ നമുക്ക് ഉപയോഗിക്കാം. പ്ലാസ്മ ഫെറസസ്, പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക്, അല്ലാതെ മറ്റേ AV ഫിസ്റ്റുല ഇട്ട് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് അറിയാമോ, ഈ AV ഫിസ്റ്റുല ഇടാൻ തന്നെ 4 മാസം എടുക്കും.
ഈ കിഡ്നി കിട്ടുന്നത് തന്നെ റയറാണ്. അത് പെട്ടെന്ന് ഇപ്പോൾ ഡയാലിസിസ് തുടങ്ങി ഒരു 6 മാസത്തിനുള്ളിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതാണ് ബെറ്റർ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ